അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയായി ഇന്ന് ഈ വിശുദ്ധ പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ദൈവസഭയായി ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ കഴിഞ്ഞ 2 ദിനരാത്രങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവസരങ്ങൾ ഒരുക്കി ഈ കൂട്ടായ്മകളിലേക്ക് എന്നെ ഹാർദവുമായി സ്വാഗതം ചെയ്ത ബഹുമാനിയ കർത്താവിൻ്റെ ദാസനും കുടുംബത്തോടും വിശേഷിച്ച് ദൈവസഭയോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് പകലിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഓർക്കുമ്പോഴൊക്കെ ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവ അവസരങ്ങൾ ഒരുക്കുന്നല്ലോ. തികഞ്ഞ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാന്നിധ്യത്തിൽ നിന്ന് അല്പം പോലും പിന്നിൽ പോകാതെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഇന്ന് പകലത്തെ ചിന്തകൾക്കായി വിശുദ്ധ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാലും സർവശക്തിയുള്ള ദൈവമായ കർത്താവെ അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചനത്തിലേക്ക് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വിശുദ്ധ തിരുവചനത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവസഭയുടെ യേശു കർത്താവിൻ്റെ 2-ാമത്തെ വരവും ദൈവസഭയുടെ പുനരാഗമനത്തെക്കുറിച്ചുമൊക്കെ വളരെ ആധികാരികമായി യോഹന്നാന് ലഭിക്കുന്ന വെളിപ്പാടുകളാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ. പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ താൻ ആത്മനിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാർ, ആ 12 അപ്പോസ്തലന്മാരിൽ 3 അപ്പോസ്തലന്മാരെ കുറിച്ച് ബൈബിൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് 3 അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ ആന്തരിക വൃന്ദത്തിനകത്തുള്ള ശിഷ്യന്മാരായിരുന്നു. അഥവാ യേശുക്രിസ്തുവിൻ്റെ ഇന്നർ സർക്കിളിനകത്ത് ഉൾപ്പെട്ട പ്രധാനപ്പെട്ട 3 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് ബൈബിൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിലൊരു വ്യക്തി യോഹന്നാനായിരുന്നു, മറ്റൊരു വ്യക്തി യാക്കോബായിരുന്നു, മറ്റൊരാൾ പത്രോസായിരുന്നു. ഇവര് 3 പേരും യേശുക്രിസ്തുവിൻ്റെ മാർവിൽ ചാഞ്ഞു കിടക്കുകയും കർത്താവിൻ്റെ ഹൃദയസ്പന്ദനം അറിയുകയും അത്ഭുതങ്ങളുടെ പരമ്പരകൾ ഒത്തിരി കണ്ട 3 ശിഷ്യന്മാർ. അതുകൊണ്ട് അവർക്ക് ബൈബിൾ ചരിത്രം കൊടുക്കുന്ന പേര് യേശുക്രിസ്തുവിൻ്റെ ആന്തരിക വൃത്തം. അഥവാ യേശുവിനെ സെന്ററിൽ നിർത്തി 2 വൃത്തം വരച്ചാൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വൃത്തം, അതാണ് ഈ ആന്തരിക വൃത്തം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലുൾപ്പെട്ട 3 ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും മറുരൂപമലയിൽ കർത്താവ് കയറി ചെല്ലുമ്പോഴും ആത്മീയ ശുശ്രൂഷകളുടെ വളരെ സുപ്രധാനമായ പല മേഖലകളിൽ
ഇവരുടെ 3 പേരുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ആ നിലകളിൽ അനുഗ്രഹിക്കപ്പെട്ട 3 ശിഷ്യന്മാർ, അതിൽ വെളിപ്പാടുകൾ കാണുന്നതിൽ അഗ്രഗണ്യനായൊരു മനുഷ്യനായിരുന്നു യോഹന്നാൻ. പ്രത്യേകിച്ച് യോഹന്നാന്റെ വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് ഈടുറ്റതും കരുത്തുറ്റതുമായ വളരെ ആധികാരികത പുലർത്തുന്ന വെളിപ്പാടുകളാണ് യോഹന്നാൻ ദൈവസഭയ്ക്ക് വേണ്ടി കൈമാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ സുവിശേഷ ഭാഗം പഠിക്കുമ്പോൾ, കഴിഞ്ഞ ഏതോ ഒരു സെക്ഷനിൽ ഞാനത് ഓർമ്മിപ്പിച്ചു, യോഹന്നാന്റെ വെളിപ്പാടുകളുടെ ആധികാരികത നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കണം. സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം എഴുതുന്നത് യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായി ചിത്രീകരിച്ചുകൊണ്ടാണ്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട രാജകീയത്വം. എന്നാൽ മാർക്കോസ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് യേശുവിന്റെ ദാസനായി കടന്നു വന്നു, ദാസ്യത്വം എന്നൊരു വിഷയമാണ്. എന്നാൽ ലൂക്കോസ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് യേശുവിന്റെ മനുഷ്യാവതാരത്തെയും യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെയും കുറിച്ചാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ യോഹന്നാൻ വ്യക്തമാക്കുന്നത് യേശു സാക്ഷാൽ ദൈവമായിരുന്നു. രാമേ പറയാമോ? പ്രൈസ് ഗോഡ്. യേശുക്രിസ്തുവിന്റെ ദൈവികത്വത്തെ കുറിച്ചാണ് യോഹന്നാന്റെ വെളിപ്പാടുകൾ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആമേൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങളോട് പറയാം, ആത്മീയ ജീവിതത്തിന്റെ ഏതെങ്കിലും നിലയിൽ വ്യത്യസ്തമായ ആത്മനിറവിൽ കയറി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, കഴിഞ്ഞ പകൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, ഒന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. രാമേ പറഞ്ഞാണ്. രണ്ടാമത്, നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, എന്റെ മേൽ വെളിപ്പാടിന്റെ തലത്തെ തുറന്നു തരണം. രാമേ പറഞ്ഞേ. 2 കാര്യങ്ങൾ ഇന്ന് രാവിലെ മറക്കരുത്. ജീവിതത്തിൽ ഒരു ഉയർച്ച പ്രാപിക്കണമോ, ജീവിതത്തിൽ ആത്മമണ്ഡലത്തിൽ ഒരു മുന്നേറ്റം ആവശ്യമാണോ, ഒന്നാമത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, എന്റെ മേൽ വെളിപ്പാടുകളെ തുറന്നു തരിക. ഞാൻ പറയാം, ഒരുവന്റെ മേൽ ദൈവം വെളിപ്പാടിന്റെ തലത്തെ തുറക്കാൻ തുടങ്ങിയാൽ അവന്റെ ആത്മീക പൊസിഷനെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിയിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒരുവന്റെ ഹൃദയത്തിനകത്ത് ഒരു പരപ്രേരണയാലല്ല, മറിച്ച് നിങ്ങൾ ഈ വെളിപ്പാടിന് വേണ്ടി കൊതിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, ആരും കൈവയ്ക്കാതെ നിങ്ങളുടെ അകത്തൊരു സ്പിരിച്വൽ അപ്ഡേഷൻ ഇന്ന് പകൽ സംഭവിക്കും. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ പറഞ്ഞു. വെളിപ്പാടുകൾ ദൈവമക്കളെ ഒരുവന്റെ പൊസിഷൻ മാറ്റിയെങ്കിൽ, 2, വെളിപ്പാട് ഒരുവന്റെ അകത്ത് കിടക്കുന്ന ഭയത്തെ പുറത്താക്കാൻ തുടങ്ങും. ഇന്ന് പകലിൽ ഈ ചർച്ചിനകത്ത് ഈ 2 കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സ്പിരിച്വൽ ഗ്രേഡുകൾ മാറണം. കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ ഷോൾഡറിൽ സ്റ്റാറുകൾ പതിക്കുന്നത് പോലെ, ഇന്ന് രാവിലെ ഞാൻ ഈ വാക്കിനകത്ത് പറയുമ്പോൾ ചിലരുടെ മേൽ ഇങ്ങനെ ചിലത് ദൈവം ഇന്ന് പകൽ ആക്റ്റീവ് ആക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞാണ്. സ്പിരിച്വൽ അപ്ഡേഷൻ നടന്നവരുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം, അവരുടെ ആരാധന കണ്ടാൽ അറിയാം, അവരുടെ ജീവിത ശൈലി കണ്ടാൽ അറിയാം. ഇന്ന് പകലിൽ അവൻ ഒഴുക്കൻ മട്ടിൽ പോകാനല്ല, മറിച്ച് ഒഴുകുന്ന വെള്ളത്തിനകത്ത് ഒരു ഒഴുക്കിനനുസരിച്ച് നീ ഒഴുകിയാൽ അത് ചെന്ന് നിൽക്കുന്നത് ഒരു അധപ്പതനത്തില്. അവൻ മറിച്ച് അല്പം സ്ട്രഗിൾ ചെയ്തിട്ടാണേലും ഒഴുക്കിനെതിരെ നീന്താൻ ഇന്ന് പകൽ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ
നീ ചെന്ന് നിൽക്കുന്നത് ചില വിഷയത്തിന്റെ ഉറവിടത്തിനകത്താണ്. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ പറഞ്ഞാണ്. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാടുകൾ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ആന്തരിക വൃന്ദത്തിലുള്ള 3 അപ്പോസ്തലന്മാരിൽ ഇവർ വെളിപ്പാടുകൾ കാണുന്നതിൽ ശക്തന്മാരാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ വളരെ കരുത്തനായ മനുഷ്യനാണ്. അതിൽ അവൻ ഏറ്റവും മുൻപിൽ എടുത്തുകാട്ടക്കാരനായി പത്രോസ് നിൽപ്പുണ്ട്. പത്രോസിന്റെ അകത്ത് കിട്ടുന്ന വെളിപ്പാടുകൾ വ്യത്യസ്തതയായ വെളിപ്പാടുകളാണ്. യോഹന്നാനും വ്യത്യാസമായ വെളിപ്പാടാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. സുവിശേഷങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ഒരു ജീനിയോളജിക്കകത്ത് നിന്നാണ് എഴുതിയത്. അതിന്റെ സിസ്റ്റമാറ്റിക് അങ്ങനെയാ. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇന്നാരുടെ മകൻ ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നാരുടെ മകൻ ഇന്നാരെ ജനിപ്പിച്ചു. ഇങ്ങനെ വായിച്ചു ഏറ്റവും ഒടുവിൽ എവിടെ വന്ന് നിൽക്കുന്നേ? കന്യാമറിയത്തിന്റെ ഉള്ളിൽ യേശു കർത്താവ് അവൻ ജനിച്ചു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ജനിച്ചു. മറ്റെല്ലാ വാക്യത്തിലും ജനിപ്പിച്ചു എന്ന് എഴുതുമ്പോ ഇവിടെ ജനിച്ചു ജനിച്ചു ഇതാ എഴുതി തുടങ്ങുന്നത് ഒരു ജനറ്റിക്കൽ സിസ്റ്റത്തിൽ. പക്ഷെ യോഹന്നാന്റെ വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാൻ എഴുതുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ജനറ്റിക്കൽ ഓർഡറിനെ കുറിച്ചല്ല. ഇവരെല്ലാം ആ സിസ്റ്റത്തെ നിൽക്കുമ്പോ യോഹന്നാൻ എഴുതി ആദിയിൽ, കണ്ടോ ആദിയിൽ വചനം. കണ്ടോ യോഹന്നാൻ കയറി പോയത് കണ്ടോ? ഒരു തലമുറ ജനനത്തെ കുറിച്ച് എഴുതി വരുമ്പോൾ അവരുടെ വെളിപ്പാട് ഒരു ജനറ്റിക്കൽ ഓർഡറിനകത്ത് നിൽക്കുമ്പോ യോഹന്നാൻ ഒരു പടി കൂടി മുൻപിലോട്ട് കയറിയിട്ട് ആരും എഴുതാത്ത ആദിയിൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകലിൽ ഇങ്ങനെ ഒരു വെളിപ്പാടിന്റെ തലത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ജനത ഈ സഭയ്ക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കണം. നല്ലൊരാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആരെയും പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയല്ല, ആരെയും തുടങ്ങിയതിന്റെ ബാക്കിയല്ല. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഈ പട്ടണത്തോട്, ദൈവസഭയോട് അവൻ ഇന്നു വരെ ആരും പറയാത്ത ചില പ്രവചന ദൂതുകൾ, ആരും പറയാത്ത ചില വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അധികാരമുള്ള ചിലത് ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ഇന്ന് മുതൽ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ ദൂത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൃപ പ്രാപിച്ചവർ ഇന്ന് പകലൊന്ന് കരമടിച്ച് ഈ പകല ദൈവത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ തുറന്നു വരുന്ന ചില വെളിപ്പാടുകൾ, രാജ്യങ്ങളെ കത്തിക്കുന്ന വെളിപ്പാടുകൾ, പട്ടണങ്ങളെ കത്തിക്കുന്ന ചില വെളിപ്പാടുകൾ, ഇന്ന് പകലിൽ അത് വിശ്വസിക്കുന്നവർ ഈ ഭാരത കരമടിച്ചവര് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതിന്റെ വിതറിൽ അങ്ങനെ ഒരു വെളിപ്പാടിന്റെ ആത്മതലത്തെ ഇന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇന്ന് വരെ കാണാത്ത ചില വെളിപ്പാടുകൾ, ഇന്ന് വരെ നീ പ്രാപിക്കാത്ത ആത്മശക്തി, ഇന്ന് വരെ ഒരു തലമുറ തൊടാത്ത ചില വിഷയങ്ങൾ, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന ചിലതിന്റെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് ഇന്ന് വരെ ചില വെളിപ്പാടുകളുമായി സ്വർഗം ഇന്ന് വരെ ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പാരാ മൂന്നുകൾ ആമേ പറഞ്ഞ് സ്വീകരിക്കൂ. Praise God. നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണേ. വെളിപ്പാടുകൾ ഒരുവന്റെ മേൽ തുറക്കാൻ തുടങ്ങിയാൽ ഒന്നാമത്തെ പ്രത്യേകത അവന്റെ പൊസിഷനെ ദൈവം മാറ്റാൻ തുടങ്ങും. ഒരാമേ പറഞ്ഞേ.
ഒരിക്കലും യേശു കർത്താവ് പരസ്യമായി തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം, എന്നെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടെന്ന് പറയുക. ഒരാൾ പറഞ്ഞു അങ്ങ് ഏലിയാവാണ്, ഒരാൾ പറഞ്ഞു അങ്ങ് മോശയാണ്, അങ്ങ് പ്രവാചകനാണ്. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കൊരു വെളിപ്പാട് കിട്ടി, ഞാൻ ആ വെളിപ്പാട് പറയാം. പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ വെളിപ്പാട് എന്താണെന്നറിയുമോ? അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഒരു നല്ല രാമൻ പറഞ്ഞേ. എടുത്തുചാട്ടക്കാരനായ മനുഷ്യൻ, അവൻ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ, കടലിന്റെ ആഴവും മീനിന്റെ വലിപ്പവും ഹൃദയസ്ഥമാക്കി പരുക്കനായ സ്വഭാവത്തിനുടമയായവൻ, അവൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയുന്നു, എനിക്ക് കിട്ടിയ വെളിപ്പാട് അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ക്രിസ്തു ഇത് പറഞ്ഞ പത്രോസിന്റെ തോളിലോട്ട് കർത്താവ് കലമിട്ടിട്ട് പറഞ്ഞു, പത്രോസേ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡമാംസ രക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ്. എന്തോ മനസ്സിലായി ആ വാക്കിനകത്ത്? അവൻ ഭൂമിയിൽ ആർക്കും പിടികിട്ടാത്തത് എന്ന് പറഞ്ഞാൽ പിതാവിൽ അന്തർലീനമായിരിക്കുന്നത്, ഇതുവരെ തുറന്നു കൊടുക്കാത്ത ഒരു വെളിപ്പാടിനെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഒരുത്തൻ അവിടെ മറച്ചു വെച്ചതിനെ ഒരുവൻ പ്രാർത്ഥന മുറിക്കകത്ത് പിടിക്കാൻ പറ്റിയാൽ അവന്റെ മേൽ വെളിപ്പെട്ടു വരുന്നത് സാധാരണ അഭിഷേകമല്ല. ഓ, എത്ര പേർക്ക് അവൻ പറയാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽ അങ്ങനെ ഒരു ആത്മതലത്തിലോട്ട് മൂറിയാൻ അവൻ കൃപ പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവൻ പറയണം, പിതാവിന് അന്തർലീനമായ ചില വെളിപ്പാടുകൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട്, നിന്റെ പ്രാർത്ഥന മുറിക്കകത്തിരുന്നുകൊണ്ട് നീ ആമേ പറയാൻ തുടങ്ങുമ്പോൾ ഉലകത്തിൽ ഒരുത്തനും വെളിപ്പെടുത്തി കൊടുക്കാത്ത, ഉലകത്തിൽ ഒരുത്തനും കാണിച്ചു കൊടുക്കാത്ത വെളിപ്പാടിന്റെ തലങ്ങളെ ഇന്ന് അവൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ചിലതിന്റെ പികളിൽ നിന്റെ കളറ് നോക്കിയതല്ല, നിന്റെ യോഗ്യത നോക്കിയതല്ല, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പറയാം. തുറന്നു പറയട്ടെ. പ്രൈസ് ഗോഡ്. ആ വാക്ക് കേട്ടോ? പത്രോസിനോട് പറയുക, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ എന്റെ പിതാവാണ്. ഈ വെളിപ്പാട് തുറന്നു കിട്ടിയ പത്രോസിനെ വീണ്ടും ചേർത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് പകൽ താക്കോല് ഞാൻ നിന്നെ ഏൽപ്പിക്കും. ഓ, എത്ര പേർക്ക് മനസ്സിലായി? പത്രോസിന്റെ പൊസിഷൻ മാറിയത് കണ്ടോ? ഒറ്റ വെളിപ്പാട് താക്കോല് പിടിക്കാൻ യോഗ്യന്മാർ കൂടെ ഉള്ളപ്പോ ഒരൊറ്റ വെളിപ്പാട് കൊണ്ട് താക്കോൽ ഒരുത്തന്റെ കയ്യെ കൊടുത്തു. ഇന്ന് പകലിൽ ചില താക്കോലുകളുടെ കൈമാറ്റം ഇവിടെ നടക്കും. വർഷങ്ങളായി പിശാച് ലോക്ക് ചെയ്തത്, വർഷങ്ങളായി പട്ടണത്തിൽ അവൻ അടച്ചതിനെ ഇന്ന് പകൽ ആത്മാവിൽ അൺലോക്ക് ചെയ്യാൻ. ഈ ദൂതിന് രാവിലെ ആവേ പറയുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കാൻ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതിന് ആവേ പറഞ്ഞോളാം. കാലങ്ങൾ കൊണ്ട്, ആണ്ടുകൾ കൊണ്ട് പിശാചി പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ താഴിട്ട് പൂട്ടിയതിനെ വെളിപ്പാടുള്ളവന്റെ കയ്യിൽ ഇന്ന് താക്കോലിനെ കൊടുത്തിട്ട് ആത്മാവ് പറയുക, ഞാൻ നിന്റെ വലിയ അധികാരത്തെ പകരുകയാണ്. ഓ, ആത്മാവിൽ ചില അൺലോക്കിങ്ങുകൾ ഇന്ന് പകലിൽ, ഈ പകലിനകത്ത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ 2024 ഡിസംബർ മാസം അവൻ ഈ പ്രഥമ ആഴ്ചകൾ പിന്നിടുമ്പോൾ ആത്മാവിടവരുകയാണ്. ചില അൺലോക്കിങ്ങുകൾ നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ തുറന്നു നിന്റെ ഭാവിയെ പൂട്ടിയത്, നിന്റെ തലമുറയെ പൂട്ടിയത്, നിന്റെ കുടുംബ ജീവിതത്തെ പൂട്ടിയത്, നിന്റെ ശുശ്രൂഷയെ നോക്കിയത് ഇന്ന് പറഞ്ഞ് അൺലോക്ക് ചെയ്യാൻ. Yes.
കാണുന്നു. ചില ലോക്കുകൾ ഒതുങ്ങുകയാണ്. സഭയ്ക്ക് വിരോധമായി പൂട്ടിയത്, നിന്റെ തലമുറയ്ക്ക് വിരോധമായി പൂട്ടിയത്, നിന്റെ ജോലിക്ക് വിരോധമായി പൂട്ടിയത് ഇന്ന് പകൽ ആത്മാവിൽ അറിയിക്കും. യേശുവിന്റെ നാമത്തിൽ ചില അൺലോക്കിങ്ങുകൾ ഇന്ന് രാവിലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ അടുത്തിരിക്കുന്നവരെ നോക്കരുത്. അവൻ ഇത് അലക്ഷ്യമായി തിരിക്കേണ്ട സമയമല്ല. ഇന്ന് രാവിലെ കരമടിക്കാവൻ നന്നായിട്ട് അടിച്ചോ, അവൻ പറയാവൻ നന്നായിട്ട് പറഞ്ഞോ. കാലങ്ങൾ കൊണ്ട് അവൻ പൂട്ടിയത് ഒറ്റ ആരാധനക്കകത്ത് തമ്പുരാൻ അഴിച്ചുകൊണ്ടിരിക്കുകയാ. കാലങ്ങൾ കൊണ്ട് അവൻ കെട്ടിവെച്ചത് ഇന്ന് പകൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ എവിടൊക്കെ പോയി ചുറ്റിക്കെട്ടിയാണ്, ആരെയൊക്കെ കൊണ്ട് കെട്ടിയാണ് ഇന്ന് പകൽ അഴിക്കുന്ന, ചിലവിനെ അഴിക്കുന്ന. Praise God. നല്ലൊരാമേൻ പറഞ്ഞു. കണ്ടോ, വെളിപ്പാട് കിട്ടിയ പത്രോസിന്റെ കയ്യെ താക്കോല് കൊടുത്തു. പൊസിഷൻ മാറാൻ തുടങ്ങി. നല്ലൊരാമേൻ പറഞ്ഞു. നിങ്ങൾക്കൊരു സന്തോഷമില്ല. കർത്താവ് പൊസിഷൻ മാറ്റാൻ പോവാ. 2024 തുടർന്നതുപോലെ 25 തുടരാൻ ആരും ഇരിക്കരുത്. ഹല്ലേലൂയ. ഇത് വർദ്ധനവിന്റെ സീസൺ നടക്കുകയാണ്. ഓ ഹല്ലേലൂയ. താക്കോല് പിടിക്കാൻ പറ്റുന്നവരൊക്കെ താക്കോല് പിടിച്ചോ. ഇതുവരെ ആരോടും പറയാത്തത് കർത്താവ് നിന്നോട് പറയും. കർത്താവ് ഞാൻ എന്റെ സഭയെ പണിയും. ഓ ഓ പറയാൻ യോഗ്യതയുള്ള അന്ത്രയോസും യാക്കോബും യോഹന്നാനും മത്തായിയും യൂദയൊക്കെ കൂടെ നടന്നിട്ട് ആർക്കും വേണ്ടാത്തവന്റെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് പറയുക, താക്കോൽ ഞാൻ നിന്റെ കയ്യെ തരാം. ശ്രദ്ധിക്ക്, പൊസിഷൻ ദൈവം മാറ്റാൻ തുടങ്ങി. രണ്ടാമത്തെ വിഷയം, വെളിപ്പാടകത്ത് കിട്ടിയാൽ നിന്റെ അകത്ത് വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ഭയപ്പാടുകൾ ഇന്ന് മാറും. കഴിഞ്ഞ രാത്രി മുതൽ, കഴിഞ്ഞ രാത്രിത്തെ യോഗം കഴിഞ്ഞ് കിടക്കുന്നത് മുതൽ ആത്മാവ് ഒരു മരണഭയത്തെ ബ്രേക്ക് ചെയ്യാൻ എന്നോട് ആത്മാവിടത്. എനിക്കറിയത്തില്ല, ചില വ്യക്തികളുടെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടക്കുന്ന ഒരു ഭയപ്പാടിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യാൻ പോകും. നല്ലൊരാമേ പറഞ്ഞു. ശ്രദ്ധിക്കുന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതേ പത്രോസിനെ അവന്റെ ഹെരോദാവ് അറസ്റ്റ് ചെയ്തു, കാരാഗ്രഹത്തിനകത്തിട്ടിരിക്കുകയാണ്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസിന്റെ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. അന്നത്തെ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള കാരാഗ്രഹ സംവിധാനങ്ങളല്ല, ഉയരം കുറഞ്ഞ കാരാഗ്രഹം. അതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ഒരല്പം കുനിഞ്ഞു വേണം കയറാൻ, നിവർന്നു നിൽക്കാൻ പറ്റില്ല. പത്രോസിന്റെ വലത് കൈ മറ്റൊരു മനുഷ്യന്റെ ഇടത് കൈയുമായി അവൻ ചങ്ങല കൊണ്ട് ചേർത്ത് ബന്ധിച്ചു. അവൻ ഇടത് കൈ മറ്റൊരു മനുഷ്യന്റെ വലത് കൈയുമായി. അവൻ രണ്ട് കാലുകൾ അവൻ പൂട്ടിക്കെട്ടി ചങ്ങലകളാൽ ബന്ധിച്ചു.
കാരാഗ്രഹത്തിനകത്തിട്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, 4 ചേവകരുള്ള 4 കൂട്ടത്തെ കാവലേർപ്പെടുത്തി. ആ ദേശം മുഴുവൻ അറിഞ്ഞു പത്രോസിനെ ബന്ധിച്ച വിവരം. അവൻ നാട്ടുകാരറിഞ്ഞു, സഭ അറിഞ്ഞു, സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുടുംബക്കാരറിഞ്ഞു, ദേശക്കാരറിഞ്ഞു. ഇനി അറിയാൻ ആ പഞ്ചായത്തിൽ ആളില്ല ഇവനെ ബന്ധിച്ച വിവരം. പക്ഷേ ബന്ധിച്ചവൻ അവൻ എന്റെ ചിന്തയിൽ പറയാം, താക്കോലിതന്റെ ഈ ചൂണ്ടുവരലിനകത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ട് കാരാഗ്രഹത്തിന്റെ വെളിയിൽ കൂടി നടക്കുക. ഒറ്റ വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവൻ പെസഹ കഴിഞ്ഞിട്ട് ഇവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തി ഇവനെ കൊന്നുകളയണം. അവൻ ഇന്ന് രാവിലെ ഞാൻ പറയാം, ബന്ധിച്ച വിവരം നാട് മുഴുവൻ അറിഞ്ഞു. നിന്നെ ലോക്കിലിട്ടത് ലോകം മുഴുവൻ അറിഞ്ഞു. പക്ഷെ ഇന്ന് പകൽ ബന്ധനം അഴിയുമ്പോ ബന്ധിച്ചവൻ പോലും അറിയില്ല. ബന്ധിച്ചവൻ പോലും അറിയാതെ തമ്പുരാൻ ഇന്ന് പകൽ ചിലതായിരിക്കും. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറഞ്ഞ് ശ്രദ്ധിക്കണേ അവിടുത്തെ വാക്കുകൾ. പത്രോസ് അതിനകത്ത് എന്തോ ചെയ്യുമായിരുന്നു? കാരാഗ്രഹത്തിനകത്ത് എന്തോ ചെയ്യുമായിരുന്നു? എന്തോ ചെയ്യുക? ഒന്ന് ഉറക്കെ പറഞ്ഞു. എന്തോ ചെയ്യുമായിരുന്നു? ഉറങ്ങുകയായിരുന്നു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പത്രോസിനെ പോലെ ഉറങ്ങാൻ പറ്റും? ഓ, രക്തം ചെയ്യും. ഞാൻ ഇത്ര ഇടിവെട്ടി പ്രസംഗിച്ചിട്ട് ഉറങ്ങ്. നാളെ രാവിലെ നിന്നെ കൊല്ലാൻ പോവുക. നാളെ രാവിലെ നിന്നെ കൊല്ലാൻ പോകുമ്പോ അവൻ എത്ര പേർക്ക് ഉറങ്ങാൻ പറ്റും? അവൻ നമുക്കൊരു ചെറിയ തലവേദന വന്ന ഉറക്കം പോകുന്നവര്, അവൻ നിസ്സാര വിഷയം മതി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാൻ. സ്തോത്രം. ഇവിടെ പത്രോസിനെ നോക്കിക്കേ. അടുത്ത പ്രഭാതത്തിൽ ഇവന്റെ കഴുത്തു വെട്ടിക്കളയാൻ അപ്പുറത്തെ റൂമിനകത്ത് വാളിന്റെ വായ്ത്തലയ്ക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ റൂമിൽ അതിന്റെ ട്രയൽ നടക്കുകയാണ്. പക്ഷെ പത്രോസ് അകത്ത് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പത്രോസിനെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു നോക്ക്, എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? പത്രോസ് പറയാ, എന്റെ അകത്ത് ഒരു വെളിപ്പാട് തുറന്നു കിട്ടി. രാമേ പറഞ്ഞേ, പത്രോസേ, നിന്റെ അകത്ത് കിട്ടിയ വെളിപ്പാട്. പത്രോസിന് 2 വെളിപ്പാട് എന്റെ അകത്ത് കിട്ടി. ഈ വെളിപ്പാടാണ് എന്നെ ഉറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഒന്നാമത്തെ വെളിപ്പാട്, പത്രോസ് പറയുക, ഹേരോദാവിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ ഹേരോദാവ് പറഞ്ഞേ? പെസഹ കഴിഞ്ഞിട്ട് എന്നെ ജനത്തിന്റെ മുമ്പിൽ നിർത്തും. അവൻ പൊന്നു ഹേരോദാവേ, പെസഹായുടെ അർത്ഥം എന്തെന്ന് നിനക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. എന്താ പെസഹ? അടിമത്വത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചതിന്റെ ഓർമ്മയാണ് പെസഹ എങ്കിൽ അവൻ നിസ്സാരമായ അടിമത്വമല്ല. കഴിഞ്ഞ 430 വർഷമായി അടിമത്വത്തിൽ കിടന്ന ഞങ്ങളെ വിടുവിച്ചതിന്റെ ഓർമ്മയാണ് പെസഹ എങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ടോ 48 മണിക്കൂർ കൊണ്ടോ നീ കെട്ടിയതിനെ അഴിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഓ, എത്ര പേർക്ക് ആ വെളിപ്പാട് കിട്ടുന്നവർ ഇതിനകത്തുണ്ട്? എടാ, 430 വർഷത്തെ ബന്ധനത്തെ അഴിക്കാൻ എന്റെ തമ്പുരാന് കഴിഞ്ഞെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് ഈ രാജ്യത്തെ നിനക്ക് വിരോധമായി തയ്യാറാക്കി വച്ചിരിക്കുന്ന സകല പൈശാചിക സംവിധാനങ്ങളെയും തകർത്തെറിയാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നീയും ആരാധിക്കുന്നതെന്ന വെളിപ്പാട് അകത്ത് കിട്ടിയവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് രാവിലെ അപകീകരിക്കാൻ കഴിയില്ല. വാക്ക് ശ്രദ്ധിക്കുക. 2ാമത്തെ വെളിപ്പാട് പത്രോസ് പറയുക, പെസഹായ്ക്കകത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരു കുഞ്ഞാടിനെ ഞങ്ങൾ അറക്കും, അതിന്റെ രക്തം കട്ടളക്കാൽപ്പേല് കുറുമ്പടി മേലിൽ ഞങ്ങൾ പുരട്ടും. ഇത് പുരട്ടിക്കഴിഞ്ഞാൽ സംഹാരദൂതന് ഞങ്ങളിൽ ഒന്നിനെ തൊടാൻ പിന്നെ ആരെ തൊടും? ഇത് പുരട്ടാത്തവന്റെ വീട്ടിലെ മരണമെങ്കിൽ അവൻ പെസഹായ്ക്കകത്ത് കുഞ്ഞാടിന്റെ രക്തത്താൽ പുറത്തു വന്ന എന്നെ തൊടാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും കഴിയില്ല. പകരം ഹേരോദാവേ, നിന്റെ മരണമാ. ഓ, എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാവിലെ വെളിപ്പാട് അകത്ത് കിട്ടിയവനെ ചങ്ങലകൾക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല, കാരാഗ്രഹത്തിന് ഒതുക്കാൻ കഴിഞ്ഞില്ല. മരണഭയത്തെ ദൈവം അടിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തോട് പറയാം, എന്റെ അകത്തൊരു വെളിപ്പാടിനെ തുറന്നു തരിക. ഇന്ന് പകൽ എത്ര വെല്ലുവിളി നിനക്കെതിരെ എഴുന്നേറ്റ് നിന്നാലും ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, വെളിപ്പാടുള്ളവരെ
Praise God. വെളിപ്പാടില്ലാതെ പോകുമ്പോഴേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി 2 ചെമ്പരത്തിപ്പൂ പറിച്ച് താഴെയിട്ട് വട്ടം കറങ്ങിയ നമ്മുടെ അന്നത്തെ ദിവസത്തെ ആരാധന പോയി. അവരൊന്ന് നോക്കിയ ആമനൊന്ന് രൂക്ഷമായിട്ട് നോക്കിയ പിന്നെ നമുക്ക് ഭയമാണ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം വെളിപ്പാടുള്ളവൻ അവൻ പറയും ഇതിനപ്പുറം വന്നാലും എനിക്കൊരു വിഷയം. രക്തത്താൽ ജയമെടുക്കട്ടെ. ഇന്ന് പകലകത്ത് വെളിപ്പാട് കയറി വരട്ടെ ദൈവമക്കളെ. ഇന്ന് രാവിലെ ചിലതിന്റെ അകത്ത് കിടക്കുന്ന ഭയത്തെ പൊട്ടിക്കാൻ പോകാൻ ദൈവം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവം ചില ഡോറുകൾ തുറക്കാൻ പോവുകയാണ്. ചങ്ങല അടിയുക മാത്രമല്ല, ഇന്ന് പട്ടണത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തമ്പുരാൻ തുറക്കും. നിനക്ക് വേണ്ടി ചില വാതിലുകൾ സ്വന്തമേ ആരും തൊടാതെ ചില ഡോറുകൾ വിശ്വസിക്കാൻ കഴിയുന്നവരാണ് പറഞ്ഞോ. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ ഡോറുകൾ തുറക്കാൻ പോവുക. ആരുടെ കൈ തൊടാതെ യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് വേണ്ടി ചില പുതിയ വഴികൾ, പുതിയ ചില സംവിധാനങ്ങൾ ദൈവം തുറക്ക്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇതൊരു ദൂരായിട്ട് ഇന്ന് രാവിലെ പറയുന്നു. ദൈവം ചില പുതിയ ഓപ്പണിങ്ങുകൾ നിന്നെ എവിടെയാണോ ചങ്ങലയിട്ട് കൊണ്ടുവന്നത് അതേ വഴി ദൈവം ഇന്ന് തുറക്കാൻ പോവുക. ഇന്ന് ചില ഡോറുകൾ തുറന്നാണ് യേശുവിന്റെ നാമത്തിൽ. ചില പുതിയ വഴികൾ യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിക്കുക. പത്രോസിന്റെ വെളിപ്പാടുകൾ മാത്രം ഇന്ന് രാവിലെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ സമയം പോകും. പത്രോസിന്റെ അകത്ത് കിട്ടിയ ആഴമേറിയ വെളിപ്പാടുകൾ അവന്റെ അകത്ത് ഭയത്തെ പുറത്താക്കി. പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് പറയുമ്പോ മറുഭാഗത്ത് വെളിപ്പാട് കാണുന്നതിൽ അഗ്രഗണ്യനായ യോഹന്നാൻ മാറി നിൽക്കുക. യോഹന്നാനാണ് ഏറ്റവും വലിയ വെളിപ്പാട് ഈ കൂട്ടത്തിൽ പറയുന്നത്. പത്രോസ് പറഞ്ഞു വെച്ചേക്കുന്ന വെളിപ്പാടിന്റെ മുകളിൽ ആർക്ക് പറയണം? അല്ലെ, യോഹന്നാൻ ആ വലിയവനെങ്കിൽ യോഹന്നാൻ പറയുമ്പോൾ പത്രോസിന്റെ മുകളിൽ കയറി പറയണം. സ്തോത്രം. പത്രോസ് പറഞ്ഞു നിർത്തിയ വെളിപ്പാട് അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇത് പറഞ്ഞു നിർത്തുമ്പോ യോഹന്നാൻ അങ്ങോട്ട് വന്നേച്ച് അവൻ 2 പടി യേശുവിന്റെ അടുത്തോട്ട് കയറി ചെന്നിട്ട് യോഹന്നാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ വെളിപ്പാട് ഞാൻ പറയാം. അങ്ങ് ആരാന്നറിയോ? അങ്ങ് തന്നെയാണ് ദൈവം. എത്ര പേർക്ക് ആമേൻ പറയാം? പത്രോസ് പറഞ്ഞപ്പോ 2 പടി പുറകിലോട്ട് ഇറങ്ങി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഒരു ഗ്യാപ്പ് അതിന്റെ ഇടയിൽ കിട്ടുക. പക്ഷെ യോഹന്നാൻ വന്നേച്ച് 2 പടി മുമ്പിലോട്ട് കയറിയിട്ട് പറഞ്ഞു, ഞാൻ പറയാം അങ്ങ് തന്നെയാണ് ദൈവം. നല്ലൊരു ആമേൻ പറയാം. ഇത് പറഞ്ഞ യോഹന്നാനെ കർത്താവ് മാർവിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് ചാഞ്ഞ് കിടക്കണ. അവൻ ഇന്ന് പകലിൽ ഉലകത്തിൽ ഒരുവന്റെയും മുമ്പിൽ ഇറങ്ങി വരാത്തതുപോലെ നിന്റെ മുമ്പിലോട്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽ യോഹന്നാനെ കർത്താവ് വിളിച്ചടിപ്പിച്ചത് അവന്റെ ഇന്റിമസിക്കകത്തോട്ടാണ്. ഉലകത്തിൽ ഒരുത്തനും ഇളക്കി കളയാൻ കഴിയാത്ത, ഉലകത്തിൽ ഒരുത്തനും അഴിക്കാൻ കഴിയാത്ത അവന്റെ പ്രമേയത്തിനകത്തോട്ട് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, ഇവിടെ കലങ്ങി മറിഞ്ഞുയരുന്ന ഒരു സംവിധാനത്തിനും നീയും അവനുമായിട്ടുള്ള ഈ ബന്ധത്തിനകത്ത് നിന്ന് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു ആത്മബന്ധത്തിൽ കയറി വരാൻ കൊതിയുള്ള അടുത്തൊരു തലമുറ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഇന്റിമസിക്കകത്ത് ജീവിക്കാൻ എത്ര പേര് ഇതിനകത്തുണ്ട്? അവൻ വിട്ടുപിരിയാൻ കഴിയാത്തൊരു ആത്മബന്ധത്തിനകത്ത് തുടരാൻ നീ കണ്ണടച്ചാൽ, കണ്ണ് തുറന്നാൽ അവൻ ഉലകത്തിൽ എനിക്ക് മറ്റൊന്നില്ലെന്ന് പറയുന്നത് പോലെ അപ്പനെ വിട്ടുമാറാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ പോലെ
അവൻ തൊട്ടു മുമ്പ് ഇവിടെ പാടി എത്ര പേർ ആത്മാവിൽ ഗ്രഹിച്ചു. അവന്റെ മാറിൽ നിന്ന് മാറാൻ കഴിയാത്ത, ആ ചൂട് വിട്ടു മാറാൻ കഴിയാത്ത യോഹന്നാനെ പോലൊരു തലമുറ ഈ രാജ്യത്ത് എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ഇന്ന് രാവിലെ അതിന് ദൈവസഭ ഒരു കാരണമാകാൻ പോകുകയാണ്. ആ ദൂതിന് ആരെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് വെളിപ്പെടുത്തി പറ. ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾക്ക് നിന്റെ ലൈഫിനെ യോഹന്നാനെ കൊണ്ട് നിർത്തിയേക്കുന്നത് അവന്റെ ഇന്റിമസിക്കകത്തോട്ടാണ്. അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, യോഹന്നാനെ ഞാൻ ഉലകത്തിൽ ഒരുത്തന്റെ മുമ്പിൽ ഇറങ്ങാത്തതുപോലെ, അത്തിജോലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുകളുള്ളവൻ, 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, ആദ്യനും അന്ത്യനുമായവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, സർവശക്തൻ, സർവ്വവ്യാപിയായവൻ ഒരുവന്റെ മുമ്പിലോട്ട് ഇറങ്ങി വരികയാണ്. അവന്റെ കയ്യെ കൊടുത്ത തൂത് 7 സഭകൾക്ക് കൈമാറാനുള്ള തൂത്. ഇന്ന് രാവിലെ നിന്നോട് ഇന്ന് പകൽ അപ്പന് ചിലത് പറയാനുണ്ട്. അവൻ ഈ ഇന്റിമസിക്കകത്ത് തുടരാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ എന്തൊക്കെയോ കാര്യങ്ങൾ അപ്പനോട് ചോദിച്ചേച്ച് തിരക്ക് പിടിച്ച ജീവിത മാർഗത്തിലോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു 5-10 മിനിറ്റ് പായിട്ടിട്ട് അങ്ങോട്ട് പുലമ്പുന്നതിനേക്കാൾ ഒന്ന് വായൊന്ന് അടച്ച് നിശബ്ദമായി ഇരുന്നിട്ട് ഇന്ന് രാവിലെ എൻ്റെ അപ്പൻ എന്നോട് എന്താ പറയാനുള്ളത്? എത്ര പേർക്ക് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ കൊതിയുണ്ട്? നിന്റെ 100 കണക്കിന് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഓടുന്നതിനേക്കാൾ അപ്പുറം ഒന്ന് നേരം പുലരുമ്പോൾ നീ കിടക്കുന്ന ബെഡിൽ ഒന്ന് ഇരുന്നിട്ട്, എന്റെ അപ്പ ഇന്ന് രാവിലെ നിനക്ക് എന്നോട് എന്താ പറയാനുള്ളേ? എന്നോട് എന്താ നിനക്ക് ആഗ്രഹം? ഒന്ന് കേൾക്കാൻ. ഇന്ന് രാവിലെ എത്ര ചെവി ഇതിനകത്തുണ്ട്, എത്ര ഹൃദയം ഇതിനകത്തുണ്ട്. കുഞ്ഞെ ആരുടെയും മുമ്പിൽ ഇറങ്ങി വരാത്തതുപോലെ ഇന്ന് നിന്റെ മുമ്പിൽ അവൻ ഇറങ്ങി വരും. അവന്റെ മാർവിലോട്ട് ചേർത്ത് നിർത്താൻ, അവന്റെ കൂടെ നടക്കാനോ രക്തത്താൽ ജയമെടുക്കട്ടെ. ഇന്ന് രാവിലെ അങ്ങനെ ദൈവം ചിലതിനെ അവന്റെ കൂടെ കൊണ്ട് നടക്കാൻ പോവുക. ഒരു പക്ഷെ ലോകം തള്ളിക്കളഞ്ഞു, ചിലതിന് ലോകം മാറ്റിവെച്ച് ഇന്ന് രാവിലെ വിളിച്ചു പറ, വിട്ടു പിരിയാൻ കഴിയാത്ത ഒരു ആത്മബന്ധത്തിനകത്തോട്ട് പരിശുദ്ധാത്മാവ് ചിലതിനെ ഉറപ്പിക്കാൻ പോവുകയാണ്. എവിടൊക്കെയോ നിന്നെ അകറ്റുന്ന ലോകത്തിന്റെ ഇമ്പങ്ങൾ മാടി വിളിച്ചാല്, ലോക സുഖ സൗകര്യങ്ങൾ നിനക്ക് അനുകൂലമായാലും ഇന്ന് രാവിലെ തന്റെ ഇടത്തോടെ വിളിച്ചു പറ, എന്റെ അപ്പനെ പിരികൊന്ന്. ഇങ്ങനെ പറയണമെങ്കിൽ നിന്റെ അകത്തൊരു വെളിപ്പാടിറങ്ങണം. ഇങ്ങനെ പറയണമെങ്കിൽ നിന്റെ അകത്തൊരു ആത്മചലനം ഇന്ന് നടക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ ദൂതിനെ പ്രഖ്യാപിക്കുമ്പോൾ ചില യുവതലമുറകൾക്ക് വിരോധമായി വലവീശി എഴുന്നേറ്റ് വന്ന് പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. വിശ്വസിക്കാൻ കൃപ പ്രാപിച്ചവരിതിനകത്തോട്ടെങ്കിൽ അവർ നന്നായിട്ട് ഈ ദൂതിനോടൊന്ന് പ്രതികരിക്കാൻ തുടങ്ങി. വിളിച്ചു പറ, എന്റെ തലമുറയെ തൊടാൻ പറ്റില്ല, എന്റെ തലമുറയെ തൊടാൻ പറ്റില്ല, എന്റെ കുടുംബത്തെ തൊടാൻ പറ്റില്ല. ഇന്ന് നിന്റെ തലമുറയുടെ അകത്ത് കത്തുന്ന വെളിപ്പാട് അടുത്ത മഴയെ തടയുന്നതല്ല. നിത്യതയുടെ വെളിപ്പാടുകൾ അകത്തായി കത്തുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. അപ്പനെ വിട്ടുമാറാത്തൊരു തലമുറ, സാന്നിധ്യത്തെ കൊതിക്കുന്ന തലമുറ, ആരാധനയ്ക്ക് വേണ്ടി ഉറങ്ങുന്ന ഒരു തലമുറ. യേശുവിന്റെ നാമത്തിൽ പട്ടണത്തിൽ ആരാധിക്കാൻ ഇറങ്ങിയവരെ വിഴുകിക്കളയാൻ വായ്പിളർന്ന് നിൽക്കുന്ന ദുർഭൂത ശക്തികൾ ഈ പകൽ അഴിയട്ടെ. അത്തക്കെട്ടി വേലച്ചാരം, പത്തച്ചാരം, അടക്കട്ട വേലകരച്ച പത്തമരം, യെസ്, ഈ പകൽ അതിനെ ചെയ്യുക. Yes, 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 yes. പാവത്തെ ചവിട്ടിക്കളയുന്ന തലമുറ, പാവത്തെ പുറങ്കാലുകൊണ്ട് പുറത്താക്കിക്കൊണ്ട് വലിച്ചെറിയുന്ന തലമുറ, സാന്നിധ്യത്തെ തുടരുന്ന തലമുറ,
ഇഷ്ടപ്പാട് എഴുന്നേറ്റ് വരിക. Yes, 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 yes. ചൂടപ്പാടം, വേലപ്പാടം, ചാരപ്പാടം, വൈനച്ചാരം, പാടച്ചാരം, താരത്താരം, ചൂടപാട, വൈനപാട, ധാന. Yes, 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 താരച്ചാരം. കഥമടിച്ചവരെ 1-2 മിനിറ്റുകൾ ആരാധിച്ചവരെ. ഓ റബലബല ശൈലനാദന. ചില ചെയറുകൾക്കകത്ത് ആത്മാവിന്റെ തീ വന്ന് വീഴുന്നു. ചിലരുടെ മേൽ ആത്മാവിന്റെ തീ വന്ന് വീഴുകയാണ്. ചിലരുടെ മേൽ ആത്മാവിന്റെ തീ വന്ന് വീഴുന്നു. കാരണങ്ങളില്ലാതെ ഓ സമാധാന അന്തരാദി ദൈവത്തെ ആരാധോ സദനമന ഉടമനമന ശൈലനാഹ. ദൂരെ വിശ്വസിക്കുന്നവർ ഇതിനകത്തോട്ടിരിക്കുമോ? ഇത് പാലമിലാണ് പ്രതികരിക്കുക. Yes, Manarabasmi. Now Pakata Sparia Kana. Paria Saida Paras. Come on, come on. ചലികളെ ഇന്ന് രാവിലെ കാഴ്ചക്കാരായി ആരും ഇതിനകത്തിരിക്കരുത്. ഇതിനകത്ത് ഭയങ്കര ആത്മപകർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ചിലതിനെ ആത്മാവിൽ ചവിട്ടി കയറുന്നത് നല്ലതാണ്. യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക തലമുറ ജയിക്കുന്ന തലമുറ ഇന്ന് പാലിലൂടെ എഴുന്നേറ്റ് വരികയാണ്. ഓ രാമസ്വാമി രാമചക്രസ്മാരിയോ രാമചക്രസ്മാരിയോ പരേ ഇതുവരെ കാണാത്ത വെളിപാടുകൾ, ഇതുവരെ കയറാത്ത ആത്മഫലത്തെ കയറാറില്ല. ഇതുവരെ മൂടിയാത്ത ഒരാത്മ ചിലരുടെ കാലുകളിൽ പീഡിക്കുന്നത് പോലെ ഇന്ന് പത്മോസരി വിഷയമല്ലേ, ഇന്ന് പത്മോസരി വിഷയമല്ലേ. നിന്നെ എവിടെ എടുത്തിട്ടാലും നീ ആത്മാവിന്റെ മൃഗവിനകത്ത് കയറ്. നിന്റെ പത്മോസിനൊതുക്കാൻ കഴിയില്ല, നിന്റെ പാമോസിനൊതുക്കാൻ കഴിയില്ല. ഇരുളിന്റെ വ്യാപാര ശക്തികളുടെ ഇവിടുത്തെ പൈശാചിക അജണ്ടകൾ പൊളിയോ, അവന്റെ പദ്ധതികൾ പൊളിയോ. ഇന്ന് യോഹന്നാന്റെ മേൽ തുറന്നു വന്നൊരു ആത്മതലമുണ്ട്. ഇന്റിമസിക്കകത്ത്, അവനുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ആരോടും പറയാത്തത് ദൈവം നിന്നോട് പറയും. ആരോട് ഇടപെടാത്തത് പോലെ നിന്നോട് ദൈവം ഇടപെടും. അവൻ ആർക്ക് തുറക്കാത്ത വഴി നിനക്ക് തുറക്കും. അവൻ ഇന്ന് രാവിലെ
ആരും അനുഭവിക്കാത്തൊരു പെയിനിനകത്ത് കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ലാത്തതുപോലുള്ള വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്തിനാ യോഹന്നാൻ ചോദിക്കുക, എന്തിനാ എന്നെ പത്മോസിലെടുത്തിട്ട്, എന്തിനാ ആർക്കും ഇല്ലാത്തൊരു പെയിന്? യോഹന്നാനെ, ഇന്ന് ആർക്കും കിട്ടാത്ത ചില ശുശ്രൂഷ, ആരുടെയും മേൽ ഞാൻ തുറക്കാത്തത് നിന്റെ മേൽ, ഒരു കുടുംബത്തെയും പാവേ ഞാൻ കൊടുക്കാത്തതുപോലെ ചില വിടുതലുകൾ, ആരുടെ മേൽ ഞാൻ തുറക്കാത്തതുപോലെ ഇന്ന് സംതിങ് സ്പെഷ്യലായ ചിലത്, സംതിങ് സ്പെഷ്യലായ ചിലത്. ഈ പത്മോസ് നിന്റെ തകർച്ചയല്ല, ഇത് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. 2025 നോക്കി ഞാൻ ഇന്ന് രാവിലെ പ്രവചനാത്മാവിൽ പറയാം, നിന്നെ എവിടെ വലിച്ചെറിഞ്ഞോ അവിടെ നിന്ന് നീ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. നിന്നെ എവിടെ തകർക്കാൻ എടുത്തെറിഞ്ഞോ അവിടെ നീ എഴുന്നേറ്റ് വരാൻ. വിശ്വസിക്കാൻ പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ആധാരം തുറന്ന് ഇന്ന് പകല അഭിഷേകത്തിന്റെ വലിയ പകർച്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരുന്നു. ശക്തിയോടെ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ കർത്താവ് ഇന്ന് പകൽ നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അവസരമൊരുക്കിയ ബഹുമാന്യ ദൈവദാസന സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു.